ഞങ്ങളെ ശരീഅത്തും ഹഖീഖത്തും ത്വരീഖത്തും എല്ലാം ഇ.കെ. ഉസ്താദാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് ഹിമ്മത്ത് തന്നത് ഞങ്ങളെ മശായിഖുമാരാണ്. ഒരു രക്ഷയില്ലട്ടോ. കറക്റ്റ് ബിസിനസ്മാന് എന്തിനാ പറഞ്ഞത്, എന്തിനാ കരയിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്? 100ാം വാർഷികം വിജയിപ്പിക്കാൻ പൈസ വരാന്. മൊയ്ലിയന്മാർ പൈസ കൊടുക്കൂല്ലോ, നാടന്മാർ ഇറങ്ങണല്ലോ. അതിന് പൈസ കിട്ടാനാണ് കരച്ചിലിറക്കി കൊടുത്തത്. പക്ഷെ അത് എത്തിപ്പെട്ടതേടെ ആരാണോ അത് തുടങ്ങിയത് മൂപ്പരനത് വാത്തിലാക്കി. അതോടുകൂടി ഫുള്ള് വെള്ളത്തിലായി. അപ്പൊ പിന്നെ ഇങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ ഇതിപ്പോ എല്ലാരും കൂടി ഇതിപ്പോ ഇ.കെ. ഉസ്താദിന്റെ മദ്ഹ് ലോകം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സാബിയത്ത് സൂഫി അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, മഹാന്മാരിത് നേരത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും വിലയിരുത്തും ഇത് ആ പോക്കിന്റെ ഫലാണ്. ഉടനെ ബിസിനസ്മാന്റെ കുബുദ്ധി ഉണർന്നു. അയാൾ ഉടനെ പറഞ്ഞു ഹമീദ് ഫൈസിനോട്, ഒരു പോസ്റ്റ് ഇടി, വേഗം പോസ്റ്റ് ഇടി, നിങ്ങൾ അനുകൂലിച്ച് പോസ്റ്റ് ഇടി. അങ്ങനെയാണ് മൂപ്പര് അനുകൂലിച്ച് പോസ്റ്റ് ഇടുന്നത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, കണ്ടോ നിങ്ങൾ മാത്രമേ പ്രശ്നമുള്ളൂ, ഹമീദ് ഫൈസി ഞങ്ങളെ കൂടെ ഉണ്ട്. ഹമീദ് ഫൈസി എന്താണ് കാന്തപുരം എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞെന്നുള്ള ഉണ്ട് കൂട്ടരെ. ഹമീദ് ഫൈസിന്റെ പുതിയ പോസ്റ്റ് അല്ലല്ലോ നോക്കണ്ടി, ആദ്യം പഴയതൊന്ന് നോക്കണ്ടേ നമ്മള്. ഹമീദ് ഫൈസി എന്താ പറഞ്ഞേ, ഒരു ചെറിയ 1-2 മോഡൽ ഒന്ന് വെച്ചു കൊടുക്കുമോനെ. റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. വളരെ മോശമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികൾ. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത കഥകൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന ഒരൊറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിന് മാത്രം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നമ്മൾ തിരിച്ചറിയുക, ഇല്ല ഇല്ല ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ മഹല്ലുകൾ ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ച് പിരിഞ്ഞിരിക്കുന്നത്. അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം. അറിയുക, ഇല്ല ഇല്ല എത്രട്ട ഇല്ല 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 ഇല്ല, അത് ദിക്റല്ലത്, ഇല്ല ഇല്ല എന്നല്ലേ, ഇല്ല ഇല്ല. അപ്പൊ അമ്പലക്കടവ് ഹമീദ് ഫൈസി ഇവിടെ എന്താ പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞു മാത്രല്ല അത് എഴുതിയതുണ്ടല്ലോ. അതിപ്പോ ഞങ്ങള് വെറുതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടില്ല. ഞാന് പോലെ ഏപ്പിക്കാരെ കൂടെ ഉള്ള കാലത്ത് വായിച്ച ബുക്കുണ്ട്, അത് ഞാൻ അന്നെടുത്ത് ഞാൻ ചട്ടൊന്ന് കാണിച്ചു കൊടുക്കുമോനെ. അമ്പലക്കടവിന്റെ ബുക്കാ. ആണുങ്ങള് ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. ഇപ്പം നിങ്ങൾ വന്നിട്ട് കണ്ട് ഉഷാറാക്കിയിട്ട് കാര്യമില്ല. സമസ്തയിലെ പ്രശ്നങ്ങൾ എം മൊയ്തീൻകുട്ടി ഫൈസി വാക്കോടും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എഴുതിയതാണ്. ആ ഒരൊറ്റ പ്രാവശ്യം വായിച്ചാൽ പിന്നെ ഒരു കുട്ടി ആ AP എന്ന സാധനത്തിലുണ്ടാവില്ല. അതിൻ്റെ ഒരു ഹെഡിങ് കാണിച്ചു കൊടുക്കുക. തൽക്കാലം കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറയുന്നൊരു ഹെഡിങ് ഉണ്ടല്ലോ, കണ്ണിയത്തിന്റെ പേരിൽ വീണ്ടും നുണ. ഇതൊക്കെ APL പറഞ്ഞതായി പറയണത്. ഇ.കെ. ഉസ്താദിനെ കേസിൽ കുടുക്കി, കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ കള്ളത്തരം പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞുണ്ടാക്കി ലാസ്റ്റ് എവിടെ എത്തിയത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജം കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ജൂതന്റെ ഏജന്റാണ്. അപ്പൊ പിന്നെ ഒരു ഐക്യം ഉണ്ടാകുകയാണെങ്കിൽ ഐക്യം ആകണോ, പിന്നെ ഏജന്റ് ആരുതാന്ന് വേറെ പരിശോധിക്കേണ്ടി വരും, സ്വാഭാവികമാണല്ലോ. അല്ലെങ്കിൽ മൂപ്പരയിന്ന് തൗബ ചെയ്യേണ്ടി വരും. അതുണ്ടായിട്ടില്ലല്ലോ. അപ്പൊ എന്താ സംഭവം? അത് ബിസിനസ്മാന്റെ ബുദ്ധിയാണത്. അയാൾ ഇടപെട്ട് തൽക്കാലങ്ങളൊരു പോസ്റ്റ് ഇടി, നമ്മൾ ഒന്നിച്ച് നിൽക്കല്ലേ. അതിന്റെ ഇടയിലുള്ള കുതന്ത്രം ഹമീദ് ഫൈസിക്കും ചിലപ്പോൾ മനസ്സിലായി ഉണ്ടാവില്ല. ഞങ്ങൾ പറഞ്ഞുതരാം, അതാ ചെങ്ങായി നിങ്ങളെ കൊടുക്കുകയാണ്, ഓൻ ചതിയിലേക്ക് കൊണ്ടുപോകണം. നിങ്ങളായി നിങ്ങളുടെ അടർത്തി എടുത്തിട്ട് ഓല സമ്മേളനത്തിൽ പാവപ്പെട്ട സമസ്തയിൽ വിശ്വസിക്കുന്നവരെ എത്തിക്കണം, എന്നാലേ അത് വിജയിക്കൊള്ളൂ എന്ന് ഓനറിയാം. അതേപോലെ തന്നെ പൈസ വരണമെങ്കിൽ സമസ്തയുടെ ആളുകൾ വേണം. അതിനൊരു വിഭാഗത്തെ അടർത്തിയെടുത്ത് കൂടെ നിർത്തുക. അതിന്റെ ബാക്കിൽ വേറെ ലക്ഷ്യം കൂടിയുണ്ട്. മുസ്ലിം ലീഗിന് പകരം ഒരു രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കുന്നുണ്ട്, അതിന് 4 ആളെ കിട്ടണം. ഇതാണ് ചെങ്ങായിന്റെ കുബുദ്ധി. വെറുതല്ല, അത് ഓൻ പറയുന്ന രേഖ വരെ ഞങ്ങളെ കയ്യിലുണ്ട്. അല്ല ഇന്നലെ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ മറച്ചിട്ടും കാര്യമില്ല, ഞങ്ങൾ കേൾപ്പിക്കേണ്ടത് കേൾപ്പിക്കും ചെയ്യും, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ എടുത്തു കൊണ്ടുവരും ചെയ്യും. അതിന് ജിന്നിന്റെ ഒന്നും ആവശ്യമില്ല, ഇൻസന്നെ മതി. അതല്ലേ ഉള്ളത്. എവിടെ, അതാ ഞാൻ പറഞ്ഞേ, ഇവിടെ സമസ്തക്കാരും
അല്ലെങ്കിൽ നിങ്ങൾ മാറണം. മാറി വരുന്ന ഐക്യം സ്വാഗതം, അത് നമ്മളൊക്കെ സ്വാഗതം ചെയ്യും. എങ്ങനെ? ഞങ്ങൾ പറഞ്ഞില്ലേ, ഒന്നിച്ച് ആ സാധനം പിരിച്ചുവിടാം. പിരിച്ചുവിട്ടിട്ട് ശംസുൽ ഉലമയുടെ മഖാമിൽ ചെല്ലുക, എന്നിട്ട് പരസ്യമായി തൗബ ചെയ്യുക. എല്ലാവരും തൗബ ചെയ്ത് ഒറ്റ വഴിയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും എല്ലാവരും ഒരുമിച്ച് നിന്ന് ശംസുൽ ഉലമ എന്ന ആശയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നുവെങ്കിൽ തീർച്ച ഞങ്ങളും ഉണ്ടാകും അതിന്റെ കൂടെ. അതേ സമയത്ത് ഇത് 8-10 നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അന്ന് മുടിയുടെ വിഷയമല്ലേ പറഞ്ഞ്, ഇന്ന് റസൂലുള്ളാന്റെ ദാത്തു ഷരീഫിനെ കുറിച്ച് കഴിവുകെട്ട ബാപ്പ എന്നാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പേരോട് അല്ലേ. ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ച് ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ അന്ന് നിങ്ങള് തിരികേശവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിന്റെ എത്രയോ ഇരട്ടി നേരെ റസൂലുമായി ബന്ധപ്പെട്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ ഏപ്പിക്കാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അന്ന് ശംസുൽ ഉലമ പറഞ്ഞ ഒരു സത്യം ഉണ്ടായിരുന്നു. എന്താ ശംസുൽ ഉലമ പറഞ്ഞെന്നറിയോ? കേട്ട ആളുകളൊന്നും ഉണ്ട്. നിങ്ങൾ കാണാൻ വേണ്ടി നിങ്ങളെ നേതാവ് വന്നപ്പോ അവസാന കാലത്ത് ആ നേതാവ് സന്ദർശനം നടത്തി പോകുമ്പോ ശംസുൽ ഉലമ പറഞ്ഞൊരു വാക്കുണ്ട്. ഈ പോയ ആള് കരഞ്ഞാളില്ലേ, മൂപ്പരെ കുറിച്ചാ പറഞ്ഞ്, ഈ ആളും ഇവന്റെ കൂട്ടരും ഇവരിൽ ദീനില്ല എന്ന് എല്ലാ ജനങ്ങളും ഒന്നിച്ചു പറയുന്ന ഒരു കാലം വരുമെന്ന് അന്ന് ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. കേട്ട ആളുകളുണ്ട് ഇന്നും. ഞാൻ ചോദിക്കട്ടെ, ശംസുൽ ഉലമയെ അടങ്ങാറാക്കി ബുദ്ധിമുട്ടിച്ച് ശംസുൽ ഉലമ എന്ന ആദർശത്തെ തോൽപ്പിക്കാൻ വേണ്ടി കള്ളത്തരങ്ങളുടെ മാലപ്പടക്കങ്ങൾ പൊട്ടിച്ച് ഒടുവിൽ ശംസുൽ ഉലമ എന്ന ഇതിഹാസം അന്ന് പ്രഖ്യാപിച്ച കാലം ദീനില്ല എന്ന് ആളുകൾ വിളിച്ചു പറയുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്നു, ഹുസൈനാരെ കുറ്റം പറയുന്നു, ജന്മദിനത്തിൽ വരെ മാറ്റം വരുത്തുന്നു, ഔലിയാക്കളെ നിന്ദിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കാലം വരുമ്പോ അത് ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ടവർ അവർക്ക് ശംസുൽ ഉലമയുടെ മദ്ഹ് പറയാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയട്ടെ, ആ തൗഫീഖ് ഞങ്ങൾക്ക് തന്നത് ഞങ്ങളെ മശായിഖാണ്. അതുകൊണ്ട് തന്നെ ഐക്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരു സുവർണാവസരമാണ്. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അല്ല. ഞാൻ ഈ പറയുന്ന ഈ കമ്പനിയെ കുറിച്ചാണ്. ഇത് ഒന്നാകാന്നല്ലേ, ബിസിനസ്മാന്റെ കൂടെ നിൽക്കുന്ന ഈ ടീമുണ്ടല്ലോ, നമ്മളെ വയനാട്ടുകാരും പൈസയും അതേപോലെ ഈ ചങ്ങാതി മറ്റു പോലെ, നിങ്ങൾ ഒന്നാകാന്നല്ലേ. സുന്നിയെ ഇഷ്ടപ്പെടുന്ന ശംസുൽ ഉലമയെ ഇഷ്ടപ്പെടുന്ന ഒരാളും നിങ്ങളെ കൂട്ടത്തിൽ കിട്ടൂല. അല്ലെങ്കിൽ അവർ മാറി വരട്ടെ. അവർ നിങ്ങൾ അപ്പറഞ്ഞ മുടിയുന്ന പോലെ കയ്യിലില്ലേ, പേരോളെന്തൊക്കെയാ പറഞ്ഞ പോലെ മാറിയനോടെ മാറാതുള്ള ഐക്യം, അതിന്റെ പേര് ഐക്യം നല്ലടോ. നിങ്ങളെ പറ്റിക്കാണ് കൂട്ടരെ. നിങ്ങൾ എഴുന്ന എഴുന്നേറ്റ് വരുന്നത്. ഇത് മുമ്പും ചർച്ചയുണ്ടായിരുന്നു ഇവിടെ. നിങ്ങൾക്ക് ഓർമ്മണ്ടോ? ഒരു ചന്ദ്രികാ പത്രം കാണിച്ചു കൊടുക്കും മോനെ. ആ ചന്ദ്രികാ പത്രത്തിന്റെ വാർത്ത എന്താ അറിയോ? ഈ ഇടക്ക് ഇങ്ങനെയുള്ള ഓരോ ശ്രമങ്ങൾ നടത്തുമ്പോൾ അന്നുള്ള ഉമറാക്കൾ അത് ബന്ധപ്പെട്ടോ. സുന്നി ഐക്യം 2028 ജനുവരിയിലെ ചന്ദ്രിക. സുന്നി ഐക്യം പ്രസ്താവന സംഘടനക്ക് ബാധകമല്ല. SYS മലപ്പുറം സുന്നി ഐക്യത്തിന് വഴിതെളിയിക്കുന്നതായി SYS സംസ്ഥാന സെക്രട്ടറിമാരെന്ന നിലക്ക് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, കെ മോയിൻകുട്ടി മാസ്റ്റർ എന്നിവരുടേതായി 15 ചന്ദ്രികയിൽ വന്ന പ്രസ്താവന സുന്നി വചന സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ അറിവോടും അംഗീകാരത്തോടുമല്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരും പ്രസ്താവിച്ചു. അപ്പൊ അന്നുകൊണ്ട് അക്കീമ് വല്ല തോണ്ടി നോക്കണ്, വെരി 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 ഐക്യം നിറഞ്ഞിങ്ങാണ്ട് നിങ്ങളുണ്ട് പോരി. അപ്പൊ തിരിച്ചറിയാൻ കഴിവുള്ള അതിശക്തമായ നിലപാടെടുക്കുന്ന ആളാണ് പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ. ഉമർ അലി ശിഹാബ് തങ്ങൾ ചന്ദ്രികയിൽ നേർക്കുനേരെ പ്രസ്താവന കൊടുത്തു അല്ലേ. ഇനി പിരിച്ചുവിടണം എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ച് ഞങ്ങളിപ്പോൾ എഴുന്നാ പറഞ്ഞതാണോ? കൂരിയാട് സമ്മേളനം നടന്നില്ലേ, സമസ്തയുടെ സമ്മേളനം. എടുക്കുമോനെ അതിന്റെ സോവനീർ കാണിച്ചു കൊടുക്ക്. അതിലതാ കാണുന്നത് സമസ്തയുടെ സോവനീർ. ജിഫ്രി മുത്തുക്കോയ തങ്ങളാട്ടോ അത് പറയേണ്ടത്. ഉപരാധികാരിക ശബ്ദം ഈ അമ്പലക്കടവിൽ നിന്ന് ആരും തന്നെ ഏൽപ്പിച്ചില്ല. അതാ അന്ന് ആധികാരികമായി ഇത് പറയേണ്ടതാര ഉമർ അലി ശിഹാബ് തങ്ങളാ. ഉപര് തീർത്തു പറഞ്ഞു. എന്ത്? അമ്പലക്കടവിൻ്റെതായി വന്ന പ്രസ്താവന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല.
ഇനി കൂരിയാടിലെ സമ്മേളനത്തിൽ കണ്ടില്ലേ, അതിന്റെ ലാസ്റ്റ് ഇസ്ലാമിക സമൂഹത്തിന്റെയും പ്രതികൂട്ടിൽ നിൽക്കുന്ന കാന്തപുരം ഗ്രൂപ്പ് പിരിച്ചുവിടുകയും കേരളീയ സമൂഹത്തോട് മാപ്പ് പറയുകയും വേണമെന്നാണ് സമ്മേളനം ആവശ്യപ്പെട്ടത്. ഏത് സമ്മേളനം? കൂരിയാട് നടന്ന സമ്മേളനം. അപ്പൊ കാന്തപുരം ഗ്രൂപ്പ് പിരിച്ചുവിടണം എന്ന് കൂരിയാട് വെച്ച് പ്രസിദ്ധീകരിച്ച പറഞ്ഞ പ്രമേയത്തിൽ തന്നെ പറയുന്നു. പിരിച്ചുവിടാതെ പിന്നെ എങ്ങനെയാ തയ്ക്കും? കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി അതിൽ തന്നെ അതെ അടുത്ത് ആ സോവനിയിൽ തന്നെ അടുത്ത പേജ്, പേരോട് സഖാഫി പച്ചയായി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിയലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല എന്നർത്ഥമില്ല, ചിലപ്പോൾ നിയലുണ്ടാകും. കണ്ട, നമ്മളാ പറഞ്ഞ ക്ലിപ്പ് അങ്ങനെ തന്നെ സമസ്തയുടെ സോവനീറിൽ എടുത്തുദ്ധരിച്ചു. നിയൽ നിഷേധം മാറി മറിയുന്നു എന്നതിന്റെ ഹെഡിങ്. പേരോടിന്റെ വാദം ശരിയല്ലെന്ന് എഴുതി വെച്ചത് അവിടെ ഉണ്ട്, പിരിച്ചുവിടണമെന്ന് പറഞ്ഞത് അവിടെ ഉണ്ട്, ഹൈദരലി ഷിഹാബ് തങ്ങൾ പറഞ്ഞതുണ്ട്, വ്യാജമുടി എന്ന് പറഞ്ഞ സംഭവം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഐക്യം, ആ ഐക്യത്തിന് ശംസുൽ ഉലമയുടെ ആളുകളെ കിട്ടുകയില്ല. അതൊക്കെ വെറുതെ പൂതിയല്ലേ, എവിടുക്കങ്ങൾ കൊണ്ടുപോണ്. മാത്രമല്ല ഹൈദരലി ഷിഹാബ് തങ്ങള് ആലപ്പുഴയിൽ വെച്ച് പറഞ്ഞൊരു വർത്താനുണ്ട്, അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കും. അതൊന്ന് കേൾക്കണല്ലോ. ഒരു വലിയ സമ്മേളനം നടത്തുവാനുള്ള ഇടം പോലും ഇല്ല എന്ന് ഈ മഹാസമ്മേളനം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സമസ്ത മാത്രം ഒന്നേ ഉള്ളൂ, സമസ്ത ഒന്നേ ഉള്ളൂ. ആ സമസ്തയാണ് നമ്മുടെ ഈ സമസ്ത. ആരെങ്കിലും എന്തെങ്കിലും പേര് വെച്ചുകൊണ്ട് ഞങ്ങൾ സമസ്തയാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരും അത് വിലപ്പോവുകയില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് നമ്മുടെ എല്ലാ സൗദ്ദേശങ്ങളെയും പ്രഖ്യാപനം. ആ പ്രഖ്യാപനമാണ് ഇന്നത്തെ മശായിഖ് പറയുന്നത്. ഒറ്റ സമസ്തയേ ഉള്ളൂ, ആ സമസ്ത ശംസുൽ ഉലമയുടേതാണ്. ആ വഴിയിൽ ജിഫ്രി തങ്ങളുപ്പാപ്പ നേതൃത്വം നൽകുമ്പോൾ അത് അവരുടേതാണ്. അത് ശംസുൽ ഉലമയുടെ സമസ്തയായി നിൽക്കും. അതൊരു ആദർശമാണോ? ആ ആദർശത്തിന്റെ കൂടെയാ ഞങ്ങളുള്ളത്. എത്ര വ്യക്തമാണ് കാര്യം. വിതുമ്പലോടുകൂടി അത് ഉറപ്പായില്ലേ, എവിടുക്കാതെ പോണ്. ഇനി ഐക്യത്തിന്റെ പൂതി കെടുത്താൻ വേണ്ടി ചെറുശ്ശേരി ഉസ്താദ് വരുന്നുണ്ട്. ചെറുശ്ശേരി ഉസ്താദ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ വായക്ക തോൽക്കണ ഐക്യം ഉണ്ടല്ലോ, അതുകൊണ്ട് കാര്യമില്ല. ഒരാൾ വായക്ക തോൽച്ച് വേറോ നേതാവിന് കൊടുത്താൽ അതിന് ഐക്യം എന്ന് പറയടോ. അതാണിപ്പോൾ ഇന്ന് വായിക്കും തോൽക്കണില്ല തോന്നുന്നുണ്ട്, തോൽക്കാൻ പറ്റാത്ത വായിക്കേ. ചെറുശ്ശേരി ഉസ്താദ് എന്ന് വന്നോട്ടെ, നിങ്ങൾ ഐക്യത്തിന്റെ പൂതിയാണ് കെടുത്തി തരും. ഐക്യം എല്ലാവർക്കും ആവശ്യമാണ്, നമ്മളൊക്കെ കയ്യിലുണ്ട്. പക്ഷെ എന്ത് വേണം? മടങ്ങി വരണം എല്ലാവരും. വിദഗ്ധവാദങ്ങൾ പിൻവലിക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം, മഹല്ലുകൾ ഏകീകരിക്കണം, എന്നിട്ടൊന്നാകണം. ഇത് ഓങ്ങനെ മുടന്നങ്ങാനായിട്ട് നടക്കാൻ ഓനോട് ഐക്യായാലും ഇങ്ങനെ തോളിൽ പിടിച്ച് നടക്കാൻ കഴിയും, ഓൻ വീണൂലേ. അല്ലെങ്കിൽ പിന്നെ എല്ലാം അങ്ങനെ ആവണം. എന്നാ ഒന്നായിട്ടാണ് ഐക്യായാൽ കൂട്ടാൻ സുഖ. അങ്ങനെ ആയിക്കോളി. നിങ്ങൾ ആരെയാ ഭയപ്പെടുത്തുന്നത്? ചെറുശ്ശേരി ഉസ്താദ് എന്ന് പറഞ്ഞോട്ടെ. ഇതാണ് ഇപ്പൊ ആകെ ഈ കിട്ടേണ്ട കാരണം. എന്നാലും ശരി, ന്യായപ്പെട്ട രീതിയിലാണെങ്കിൽ നമുക്ക് ഇനി ഐക്യാകാം. ഇവിടെ കോൺഗ്രസ് ഇപ്പം 2-3 കഴിയണല്ലോ. ഏതോ ഒരു കോൺഗ്രസ് നേതാവ് വേറൊരു നേതാവിനെ കണ്ടപ്പം ഒരു വായക്ക വിളിച്ചാണ്ട് ആരെ കൊടുത്തു, ഇന്നാളിയാ. അതുകൊണ്ടിപ്പോ എങ്ങനെ കോൺഗ്രസ് രണ്ടുകൂടി ഒന്നാവൂ? ഇതങ്ങനെ നഷ്ടം. INL-ഉം ലീഗും അവിടെ 2 പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു നേതാവ് കണ്ടപ്പോൾ മറ്റേ നേതാവിനെ കണ്ടപ്പോൾ തമ്മിൽ ചർച്ചയാണ്ട് ഒരു തക്കാളി അത്തേക്ക് കൊടുത്തു, വേറെ ഒന്നും ചെയ്തു, ഫോട്ടോ കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ 2 ഒന്നായപ്പം ഇങ്ങനെ വായക്കണ്ട കണ്ടം, അതല്ലെങ്കിൽ ഒന്നിച്ചു നിന്നാണ്ട് ഫോട്ടോ എടുക്കൽ, ഇതൊക്കെ കാട്ടിയിട്ട് ഐക്യായിപ്പോയി എന്നല്ലാണ്ട് പല പ്രാവശ്യവും ഇപ്പൊ ഉജ്ജാലിക്കുട്ടി അടുത്ത് ഞങ്ങളെ വിളിച്ചു ഒരു ഐക്യസമ്മേളനം നടത്തിയാല് 3-4 ആളെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് കൊടുത്ത് ഐസൺ ഹോട്ടലിൽ ചെന്ന് നമ്മളാളുകൾ ചെന്നിരുന്ന് വന്നില്ല. എന്നിട്ട് മലപ്പുറത്ത് വെച്ച് കുഞ്ഞാലിക്കുട്ടി എന്നെ പറഞ്ഞു, ആ ഐക്യം എന്തായി എന്നിപ്പോ എനിക്കെന്നെ അറിയില്ല. ആ ഐക്യമൊക്കെ അന്ന് തന്നെ അതാ പറഞ്ഞ ആയ കൊലക്കൂല അത് പറഞ്ഞില്ലേ. വളരെ കൃത്യമായിട്ട് അന്ന് അന്നേ സംഭവം ഉള്ളതാണ്.
അല്ലെങ്കിൽ ഒരു ഐക്യാകണി ഇപ്പം എത്ര പണിയുണ്ടോ, ഒന്ന് ഇരുന്നിട്ട് ഞങ്ങൾ ഐക്യമായി പറഞ്ഞാൽ പോരെ. പക്ഷെ അതിന് മാത്രം എ പി വിഭാഗം മുങ്ങിക്കെടുക്കുക. ശംസുലമ പറഞ്ഞ ആ കാലാത് ആളുകൾ വിളിച്ചു പറയും, പൊതുജനം വിളിച്ചു പറയും, ഇവന്മാരെ കയ്യിൽ ദീനില്ല, ഇവര് ഹുസൈനാരെ കുറ്റം പറഞ്ഞ ടീമാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിച്ചവരാണ്, കറാമത്ത് നിഷേധികളാണ്, ജന്മസമയം വരെ മാറ്റിയാണ് മുത്തു റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ടീമിൽ ദീനില്ല എന്ന് പൊതുജനം വിളിച്ചു പറയുന്ന കാലത്ത് ശംസുലമയുടെ ഉയർച്ച പറയാൻ അത് ഐക്യക്കാർക്ക് കഴിയാതെ പോയ ഞങ്ങളെ ഗതികേട് എന്നല്ലാതെ ഞങ്ങൾ ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ നിൽക്കുന്നു. ഞങ്ങള് മഹാനരായ ജിഫ്രി തങ്ങളുപ്പ മൂപ്പര് പറഞ്ഞല്ലോ, മൂപ്പര് പറഞ്ഞിട്ട് നല്ല ഐക്യം സ്വാഗതമാണ്, പിന്നെ നവീനവാദികളെ മാത്രം ഒന്നും പറയേണ്ട, ഓലുണ്ട് ഉത്തരവാദി. അതാ കറക്റ്റ്. നിങ്ങൾ ഇല്ലാറല്ല എങ്ങനെ നവീനവാദി കണ്ട് രണ്ടാക്കാൻ നോക്കി രണ്ടാകല, ഓനെ പുറത്താക്കി നമ്മളൊന്നാണ്ടായി. എന്താ വ്യത്യാസം ഒന്നും ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നുകൂടി ഒറ്റ വാക്കുകൂടി. പിന്നെ ഒരു തെറ്റിദ്ധാരണകൾ എത്ര പെങ്ങൾ നമ്മൾ വ്യത്യാസമോ ക്ഷേമമുള്ളൊരു മൂന്നാലെണ്ണം തന്നെ പറയാഞ്ഞാല് ഈ ചോദ്യം ബാക്കിയാവുമല്ലോ. എത്ര പെങ്ങൾ നമ്മളുള്ള വ്യത്യാസം, പിന്നെ നിങ്ങൾക്കാണ് ഒന്നായിക്കൂടെ. ഒരു വ്യത്യാസം പറയുമ്പോൾ പറയേണ്ടി വരുമല്ലോ, പിന്നെ ഉൾപ്പെടുത്തിയാലും കാര്യമില്ല. ഷംസുലുലമ റാഫുറ എന്ന് പറഞ്ഞു ഇവരെ നേതാക്കന്മാർ, ഞങ്ങൾ പറഞ്ഞില്ല. ഷംസുലുലമ വമ്പിച്ച മഹാപണ്ഡിതനും വിലായത്തുള്ള ഒലിജുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മംഗലാപുരത്തിൽ വെച്ച് ഇതിനെ ഗണ്ണിച്ചു. റാഫുറ എന്ന് പറഞ്ഞാൽ 8 ലക്ഷം ആളുകളാണ് മംഗലാപുരം ആ സ്ഥലത്ത്. ഷംസുലുലമ എങ്ങനെ പറഞ്ഞോ ആ ദേശത്തിന് വേണ്ടി അവിടെ അന്ന് കൂടിയ ആള്. അത്രയധികം ആ ഗ്രൗണ്ടിൽ ജനം മുമ്പ് കൂടിയില്ല എന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ല ഷംസുലുലമ റാഫുറാണ്. അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറിന്റെ അത്തും പുത്തുമാണ് ഞങ്ങൾ പറഞ്ഞത്. അത് മുജാബുദ്ദായ ഒരു മഹാനാണ് പറഞ്ഞത്. അതാണ് കണ്ണിയത്ത് അവിടെ തന്നെ. ഇതൊക്കെ മറികടന്നിട്ടേ ഇ കെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞൊക്കാടെ നിൽക്കുക, കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞൊക്കാടെ നിൽക്കുക. അതോടുകൂടി ഐക്യം. അതോടുകൂടി എന്താ സംഭവിച്ചത്? ബിദ്അത്തിന്റെ മേലിലുള്ള ബിദ്അഇകളുടെ ഐക്യം. ആ ഐക്യത്തിന് ശംസുലമായിട്ട് ബന്ധമല്ല, ആ ഐക്യത്തിന് അഹ്ലുസുന്നയായിട്ട് ബന്ധമല്ല. വളരെ കൃത്യമാണത്. വലിയ വലിയ ചാൻസാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങൾ ക്യാമ്പയിൻ നടത്തണം. എന്തിന്? പേരോടിന്റെ ബിദ്അഇവാദങ്ങൾ ശംസുലമ പറഞ്ഞ കാലം ഇതാ. അതാ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർക്ക്, അത് പറഞ്ഞു കൊടുക്കണം. അതിന് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ നേതൃത്വങ്ങൾക്ക് ഉണ്ടാവും, ജിഫ്രി തങ്ങൾ പാപ്പയുടെ നേതൃത്വം ഉണ്ടാവും. ആ നേതൃത്വം സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ബിസിനസ്മാനെ ഷെയ്ഖാക്കുന്ന ഏർപ്പാട് നിങ്ങൾ എന്ന് നിർത്തിയോ അന്നേ നിങ്ങൾ എന്നാവും. ഓങ്ങളെ പറ്റിക്കും, കുയിൽ ചാടിക്കും. എല്ലാ ഫിത്തനന്റെ ഹെഡ് ഈ ബുക്ക് ഇറങ്ങിയതിന്റെ അമ്പലക്കടവിന്റെ പോസ്റ്റിന്റെ ഇവരെ എല്ലാ ഫിത്തനയും ആ തലയിൽ നിന്ന് വരുന്നതാണ്. കാലഘട്ടത്തിന്റെ യസീദാണ് അവൻ, ഒരു തർക്കവുമില്ല. ശാപം അത്രയും നാശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഉള്ളിലിരുന്നിട്ട്. പുറത്തൊന്നുമില്ലേരും, പുറത്തല്ല കുട്ടിയാ. പക്ഷെ നമ്മളെ ആളല്ലേ കൂടുള്ളത്, പിന്നെ നമുക്ക് അറിയാതിരിക്കും. ഞങ്ങൾ വിടും. പിന്നെ ചെറുശ്ശേരി ഉസ്താദ് എന്നേ പറഞ്ഞു, ഇവരുടെ കയ്യിൽ ആകെയുള്ള എന്താ പണച്ചാക്കുണ്ട്. ആ പണച്ചാക്ക് കൊണ്ടൊന്നും നമ്മളെ നേതാക്കളെ ഓവർടേക്ക് ചെയ്യാൻ കഴിയൂല. അതും കൂടി വന്നോട്ടെ, ഒന്നുകൂടി കുറേ ഉണ്ട്, ഒന്നുകൂടി വെച്ചോട്. ബാക്കി മലപ്പുറത്തുനിന്ന് പറയാം. വെച്ചു കൊടുക്കും. അപ്പൊ എങ്ങനെ ആയപ്പോ നമ്മളെന്താ കാട്ടുന്നത്? അപ്പൊ നിങ്ങളെ വിത്തനാക്കാൻ വേണ്ടി ഞാൻ ഒണിയും പറഞ്ഞ് കുറെ പണച്ചാക്കും നുണച്ചാക്കും ഒക്കെ വഴിയിലുണ്ട്. അത് ശരിക്കും ഉപയോഗപ്പെടുത്തും. പിന്നെ അന്താരാഷ്ട്ര മൗലൂദ്, ഇത് നിങ്ങൾ പേടിച്ചാൽ മതി. അന്താരാഷ്ട്ര മൗലൂദ് ഇനി അദ്ദാദുണ്ടാവും, അത് പറയാൻ അന്താരാഷ്ട്ര സലാത്തുണ്ടാവും, പരയാതി ഉണ്ടാവും ഇവിടെ. കാരണം പൈസയും മറ്റും മറ്റൊക്കെ ഉണ്ടല്ലോ, ആ വരുന്ന കോലാക്കന്മാരൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മളെ നേതാക്കന്മാരെ ബഹുമാനപ്പെട്ട ശംസുലുലമന്റെയും ഗണ്യത്തിന് രോമത്തിനില്ല നിങ്ങൾ മനസ്സിലാക്കിയുള്ളൂ. പല കുപ്പായക്കാരും കാട്ടിക്കാണ്ട് അന്താരാഷ്ട്ര മൗലൂദ് എന്ന് പറയും. നിങ്ങൾ പേടിച്ചാൽ മതി. അവരൊക്കെ തന്നെ പറഞ്ഞിരുന്നു ആലിമുൽ ആലം ശംസുലുലമനെ പറ്റി. ശംസുലുലമയെ ഇവിടെ ഉയർത്തി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആലിമുൽ ആലം എന്ന് ശംസുലുലമയെ വിശേഷിപ്പിച്ചതാരാ? മുഹമ്മദ് മാലിക്കിയാണ്. മക്കയിൽ നിന്ന് വന്ന മടവൂര് ശൈഖുന അവർക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ശംസുലുലമക്ക് അംഗീകാരം ഇന്നത്തെ മശായിഖ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയട്ടെ,
ശംസുല്ലമയുടെ വഴി അതിവിടെ ഉയർന്നു തന്നെ നിൽക്കും. ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി ശംസുല്ലമയുടെ മഹത്വം പറയലാണ്, ആ വഴി ഹയാത്താക്കലാണ്. ശംസുല്ലമ പറഞ്ഞത് പുലരുക തന്നെ ചെയ്യും. ഇവരുടെ കയ്യിൽ ദീനില്ല എന്ന് പൊതുജനങ്ങൾ വരെ വിളിച്ചു പറയുന്ന കാലം ഇവിടെ വരും. ആ കാലം വന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ശംസുല്ലമ തന്നെ ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. കാരണം എന്താണെന്നറിയോ? ഞങ്ങളോട് നിർദ്ദേശിക്കുന്ന മശായിഖുമാർ ഇന്നും ശംസുല്ലമയുമായി ബന്ധപ്പെടാൻ കഴിവുള്ള, അതിന്റെ എല്ലാ സാധ്യതയുമുള്ള, അതിന് കെൽപ്പുള്ള നേതൃത്വമാണ് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശംസുല്ലമ തന്നെ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടം. ശംസുല്ലമയുടെ ഹയാത്തായി വരും. അത് മശായിഖിന്റെ തീരുമാനമാണ്, യാതൊരു അഡ്ജസ്റ്റും അതിലില്ല. ഞങ്ങൾ അവസാനമായി ഒറ്റ വാക്കുകൂടി, ഞങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്കെന്നല്ല ഒരു ശക്തിക്കും സാധ്യമല്ല. ഞങ്ങളെ നിങ്ങൾക്ക് കള്ളത്തൊരീക്കത്തുകാരെന്ന് വിളിക്കാം, ഞങ്ങളെ നിങ്ങൾക്ക് ഷിയാക്കളെന്ന് വിളിക്കാം, ഞങ്ങളെ നിങ്ങൾക്ക് പഴച്ചുപോയവരെന്ന് പറയാം, ആളില്ലാത്തവരെന്ന് പറയാം, ജനബലമില്ലാത്തവരെന്ന് പറയാം, ഞങ്ങളെ നിങ്ങൾക്ക് ആൾഫലമില്ലാത്തവരെന്ന് പറയാം. എന്തൊക്കെ ആരോപണങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ ഒറ്റ വാക്ക് പറയുന്നു, ഞങ്ങളെ കയ്യിൽ ഒന്നുണ്ട്, അത് ആത്മബലമാണ്. ആ ആത്മബലമാണ് ശംസുല്ലമ പഠിപ്പിച്ചത്. ആ ആത്മബലം മടവൂർ ശൈഖുനയാണ്, കാലഘട്ടത്തിലെ മശായിഖന്മാരാണ്. അവരെ പിൻബലത്തിൽ ശംസുല്ലമ എന്ന ആദർശം അതിവിടെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഒരു ശക്തിക്കും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ കരച്ചിൽ.